നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടോ, ഡാൻഡ്രഫ് ഉണ്ടോ? നമുക്കിതൊക്കെ എങ്ങനെ കളയാമെന്ന് നോക്കാം. നമുക്ക് വീട്ടിൽ തന്നെ ഒരു സ്പ്രേ ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഒരു ചില്ല് ബൗൾ എടുക്കാം. അതിനകത്ത് കുറച്ച് ഗ്രാമ്പു ആഡ് ചെയ്യാം. ഈ ഗ്രാമ്പുവിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിന് കുറച്ചും കൂടെ ഷൈനിങ് കിട്ടും, ഗ്രോത്ത് ഉണ്ടാവും, സ്കാൽപ്പിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ പോകും. അടുത്ത് വരുന്നത് നമ്മുടെ റോസ്മേരിയാണ്. അതാണ് നമ്മുടെ ഹീറോ. അത് നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പം അവൈലബിൾ ആണ്. അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ എൻഹാൻസ് ചെയ്യും. നമ്മൾ ഹെയർ ഫോക്കിൾസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ എൻഹാൻസ് ചെയ്യും. പിന്നെ അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ്. ഈ ഉലുവയിൽ പ്രോട്ടീൻ ആൻഡ് നിക്കോട്ടിനിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് തന്നെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഈ പറയുന്ന ഇൻഗ്രീഡിയൻ്റ് എല്ലാം നമുക്ക് ഹെയർ ഗ്രോത്തിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ഈ നിക്കോട്ടിനിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിനെ സ്ട്രെങ്തൺ ചെയ്യും. ഭയങ്കരമായിട്ട് ഹെയർ സ്ട്രെങ്ത് ആവും നമ്മുടെ ഹെയർ. അപ്പോൾ അതും അടങ്ങിയിട്ടുള്ളതാണ് ഈ ഉലുവ. അതും കുറച്ച് ആഡ് ചെയ്യാം. അടുത്തതെന്ന് പറയുന്നത് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കറുവപ്പട്ട. കറുവപ്പട്ടയുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ പെട്ടെന്ന് വളരും, ഫാസ്റ്ററായിട്ട് വളരുന്നൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കറുവപ്പട്ട. ഫാസ്റ്ററായിട്ട് വളരുന്നത് മാത്രമല്ല, ഹെയറിനെ ബ്രേക്കിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും. പൊട്ടിപ്പോവുക, കൊഴിച്ച് എന്നൊക്കെ നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് സിനമൺ. അടുത്ത് നമ്മൾ എടുക്കേണ്ടത് ഹോട്ട് വാട്ടറാണ്. ഈ ബൗളിലേക്ക് ഈ ഹോട്ട് വാട്ടർ ആഡ് ഓൺ ചെയ്യാം. അപ്പം എന്ന് വെച്ചാൽ ഈ ഹോട്ട് വാട്ടർ ഇടുമ്പോൾ ഈ ന്യൂട്രിയൻസ് എല്ലാം, ആ ഇൻഗ്രീഡിയൻസിലുള്ള എല്ലാ ന്യൂട്രിയൻസും ഈ വെള്ളത്തിലോട്ട് വരും. എന്നിട്ട് ഇത് നമ്മൾ 24 hours അടച്ചു വയ്ക്കാം. ആഫ്റ്റർ 24 hours നമ്മൾ ഇതിനെ അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു സ്പ്രേ ബോട്ടിൽ വെക്കാം. ഡെയിലി നമ്മൾ നമ്മുടെ സ്കാൽപ്പിൽ അടിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, ഹെയർ ഷൈൻ ചെയ്യും, ഹെയർ ബ്രേക്കിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. അങ്ങനെ എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ ഹെയറിൽ കിട്ടുകയും ചെയ്യും. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.